നാട്ടുക വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. പുറ്റാനിക്കാട് നടന്ന അനുമോദന സദസ്സ് വാർഡ് മെമ്പർ ഫായിസ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് സി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പുറ്റാനിക്കാട് സന്തോഷ് ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്റർ ആഭിമുഖ്യത്തിൽ കൂർഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസിൽ നിന്നും BDS കരസ്ഥമാക്കിയ ഫാത്തിമത്ത് തസ്നിയെ അനുമോദിച്ചു. പൊന്തോവൽ അനുമോദന സദസ്സ് വാർഡ് മെമ്പർ ഫായിസ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നമ്മുടെ മക്കൾ അത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തില് സംശയം തന്നെയാണ്. ഇന്നിപ്പോ ലൈബ്രറിയുടെ നല്ലൊരു ക്ലാസ് തന്നെയാണ് ഇവിടെ. ഇപ്പോ എന്റെ കുട്ടികളടക്കമുണ്ട്. നമ്മളാരും കുട്ടികളൊക്കെ പല തിരക്കാണ് അവർക്ക്. പക്ഷെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകള് തുടർന്നും കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ ക്ലാസ്സുകൾ തന്നെയാണ്. പക്ഷെ ഈ മേഖലയിലുള്ള കുട്ടികളെ, ഈ ഭാഗത്തുള്ള കുട്ടികൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന കാര്യത്തിലാണ് സങ്കടം. എന്തായാലും ഈ ലൈബ്രറിയുടെ ഇന്നത്തെ ഒരു ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്ന ഫാത്തിമ തസ്നി, അതുപോലെ ഇവിടെ എത്താമെന്ന് പറഞ്ഞ ഗോപിക, ഇവർ രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിരുന്നു. ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് സി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PO കേശവൻ ഉപഹാരം നൽകി. മുതിർന്നവർക്ക് നടത്തിയ താലൂക്ക് തല വായനാ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ ഗോപികയും അനുമോദിച്ചു. ശാസ്ത്ര പ്രഭാഷകൻ സുരേന്ദ്രൻ മാസ്റ്റർ, ലൈബ്രറി സെക്രട്ടറി M ചന്ദ്രദാസൻ, വൈസ് പ്രസിഡന്റ് K രാമകൃഷ്ണൻ, ഹരിദാസ് K, ഹസ്ന VP, ഷൗക്കത്ത് അലി എന്നിവർ പ്രസംഗിച്ചു. പ്രത്യേകമായി അനുമോദിക്കുന്നതിന് നമ്മൾ ഏത് കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥി BDS കഴിഞ്ഞ് ഡോക്ടറായിട്ട് വരുന്നത് എന്നത് ഈ നാടിന്, ലൈബ്രറിക്കുമൊക്കെ ഏറെ അഭിമാനവും സന്തോഷവുമുള്ള കാര്യം. അത് നമ്മുടെ ലൈബ്രറിയുമായി വളരെ സഹകരിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് എന്നത് ആ സന്തോഷം ഇരട്ടിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കുന്ന ഒരു കുടുംബമാണ്. ഇതിന്റെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ ലൈബ്രറിയോടൊപ്പം നിൽക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ ഫാത്തിമത്ത് തസ്നി ഇന്ന് വെറും ഫാത്തിമത്ത് തസ്നിയല്ല, ഡോക്ടർ ഫാത്തിമത്ത് തസ്നിയായി മാറിയ അഭിമാന സന്ദർഭമാണ്. തീർച്ചയായും നമ്മൾ ആ സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ്. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുക വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.